നമസ്കാരം, വിപിൻ മണി എന്നാണ്. ഒരു പ്ലാനും ഇല്ലാതെ നടത്തിയ ഒരു സ്കോട്ട്ലൻഡ് യാത്രയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ ഈ യാത്ര ലോക്ക് ലോമണ്ടിലേക്കാണ്. സ്കോട്ട്ലൻഡിലെ തടാക സുന്ദരി എന്നറിയപ്പെടുന്ന ലോക്ക് ലോമണ്ടിലേക്ക്. സോറി താങ്ക് യു. ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ, അവന്തി വെസ്റ്റ് കോസ്റ്റ്. നമ്മളുടെ യാത്ര ശരിക്കും ലണ്ടൻ യൂസ്റ്റണിൽ നിന്ന് ഗ്ലാസ്ഗോയിലേക്കാണ്, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ സ്റ്റേഷനിലേക്ക്. ലണ്ടൻ നഗരം വിട്ടുകഴിഞ്ഞാൽ ട്രെയിൻ കൂടുതലും യാത്ര ചെയ്യുന്നത് ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ്. ഇരുവശത്തും വലിയ കുന്നുകളും കൃഷിയിടങ്ങളും പിന്നെ കന്നുകാലി ഫാമുകളുമാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. അഞ്ചു മണിക്കൂറിലധികം എടുക്കുന്ന ഈ യാത്രയും നമുക്ക് ആസ്വാദ്യകരമാക്കുന്നത് ഈ കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഗ്ലാസ്ഗോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗ്ലാസ്ഗോ സെൻട്രൽ സ്റ്റേഷൻ. ഇത് വളരെ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 20 പ്ലാറ്റ്ഫോമുകളോളം ഇവിടെ ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ നാട്ടിലെ ഒരു എയർപോർട്ടിൻ്റെ പ്രതീതിയാണുള്ളത്. നമ്മൾ ഏറെക്കുറെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് പോകാനുള്ളത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ലോക്ക് ലോമണ്ട്, സ്കോട്ട്ലൻഡിലെ തടാക സുന്ദരി എന്നറിയപ്പെടുന്ന ലോക്ക് ലോമണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ബസ്സിന് ഇനി 2 മണിക്കൂർ യാത്രയുണ്ട്. നമ്മളിപ്പോൾ ബസ് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് ഒരാൾക്ക് 4 പൗണ്ട്സ് അത്രേ ഉള്ളൂ ബസ്സിന്. ടാക്സിക്ക് വലിയൊരു തുകയാവും. അതുകൊണ്ടാണ് നമ്മൾ ബസ് ചൂസ് ചെയ്തത്. ചോദിക്കാം. അങ്ങനെ ഗ്ലാസ്ഗോയിൽ നിന്ന് നമ്മൾ ബസ് കയറി. നമുക്ക് 2 ബസ്സുകളിലാണ് യാത്ര ചെയ്യേണ്ടത്. ആദ്യത്തെ ബസ് ബലോക്ക് വരെയും അവിടുന്ന് ഡ്രൈമൻ എന്ന ഒരു ഹിൽ സ്റ്റേഷനിലേക്കുമാണ് നമ്മുടെ യാത്ര. അപ്പോൾ ആദ്യത്തെ ബസ്സിലാണ്. ബസ് നഗരത്തിൽ നിന്ന് ബലോക്കിൽ നിന്ന് 2ാമത്തെ ബസ് കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ടാക്സി എടുക്കേണ്ടി വന്നു. പക്ഷേ ഭാഗ്യത്തിന് പീറ്റർ എന്ന, ഇതിനു മുമ്പും ഇന്ത്യൻ ടൂറിസ്റ്റുകളെ പരിചയമുള്ള പീറ്റർ എന്ന ടാക്സി ഡ്രൈവറെ നമുക്ക് ഭാഗ്യത്തിന് കിട്ടി. അദ്ദേഹം നമ്മളെ ഡ്രൈമാനിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ യാത്രയിലാണ് ഞങ്ങൾ. ഞങ്ങളങ്ങനെ ലോക്ക് ലോമണ്ട് നാഷണൽ പാർക്കിലെ ഡ്രൈമാൻ എന്ന സ്ഥലത്തെത്തി. ഞങ്ങൾ ഹോട്ടലിലേക്ക് നടക്കുകയാണ്.
ഇതാണ് ഞങ്ങൾ അക്കോമഡേഷനായി എടുത്തിട്ടുള്ള ഹോട്ടൽ. ഇത് വിന്നോക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതുള്ള സ്ഥലം ഡ്രൈമാൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ദ വിന്നോക്ക്. ഈ ഹോട്ടലിലെ 2 നൈറ്റ്സിന് നമുക്ക് 180 പൗണ്ടാണ് ആയിട്ടുള്ളത്. ഇത് 3 സ്റ്റാർ ഹോട്ടലാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബാറും റെസ്റ്റോറൻറ്റും ഒക്കെയുള്ള 3 സ്റ്റാർ ഹോട്ടലാണിത്. ഇതാണ് നമ്മൾ ഈ ഹോട്ടലിൽ എടുത്തിട്ടുള്ള മുറി. ഇതൊരു ഫാമിലി റൂമാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഒരു മുറിയാണ്. ഒരു ഫാമിലി ബെഡും ഒരു സിംഗിൾ ബെഡും ആയിട്ടുണ്ട്. പിന്നെ കബോർഡ്സ്, ചെയർസ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മുറിയാണ്. ഇതിനാണ് ഞാൻ പറഞ്ഞ 185 പൗണ്ട് 2 നൈറ്റ്സിന്. എല്ലാം എടുത്തു. ഇതോ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായി ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി രാത്രി. വന്നപ്പോൾ ഉണ്ടായിരുന്ന ആളുമാരവങ്ങളും ഒന്നുമില്ല. മിക്കവാറും എല്ലാ യൂറോപ്യൻ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പോലെ ഈ ഗ്രാമവും വളരെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടലിന് പുറത്തെ കാഴ്ചകൾ. വൈകുന്നേരത്തെ ഭക്ഷണത്തിനായി ഹോട്ടലിന് പുറത്തുള്ള ഇത് ക്ലച്ചൺ എന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. അതിന് കാരണം നമ്മുടെ ഡ്രൈവർ പീറ്ററാണ് പറഞ്ഞു ഇവിടെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് ഡിഷസ് ഉണ്ടെന്ന്. ഞങ്ങളപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്ലച്ചൺ 1734 സ്ഥാപിതമായിട്ടുള്ളത് ഇവിടേക്ക് വന്നത്. നമ്മളിവിടുന്ന് കഴിക്കാൻ മേടിച്ചിട്ടുള്ളത് ഇവിടെ വളരെ സ്പെഷ്യലാണെന്ന് പറഞ്ഞാൽ ലസാഗിനൻ എന്ന് പറയുന്ന ഒരു ഡിഷാണ്. ഇത് മീറ്റും പിന്നെ അതിൻ്റെ കൂടെ പൊട്ടറ്റോ ചിപ്സും ഒക്കെ ഉണ്ട്. ഇത് എന്താണ്, സ്വീറ്റും അല്ല സ്പൈസി അല്ല, അങ്ങനത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞങ്ങൾ രാവിലെ തന്നെ യാത്ര തുടങ്ങി. ഇവിടെ അടുത്ത് തന്നെയുള്ള ബുക്കനാങ് കാസിലിലേക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ യാത്ര. ശരിക്കും 2 ദിവസത്തേക്കാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ കേട്ട അനുസരിച്ച് ഒരാഴ്ചയെങ്കിലും വേണം സ്കോട്ട്ലൻഡ് മുഴുവൻ കണ്ടു തീർക്കാമെന്നാണ് ഞങ്ങൾ കേട്ടത്. എന്തായാലും ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ബുക്കനാങ് കാസിലിലേക്ക് ലോക്ക് ലോമണ്ട് നാഷണൽ പാർക്കിനുള്ളിലുള്ള സ്ഥലത്തേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 15 മിനിറ്റാണ് കാണിക്കുന്നത്. ഞങ്ങൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് നടക്കുന്തോറും നമ്മുടെ ഇടുക്കിയോ കട്ടപ്പനയോ ഒക്കെ പോലെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മലയോര ഗ്രാമപ്രദേശം, അതുപോലെയുള്ള നിർമ്മിതികളും വഴികളും ഒക്കെയാണ്. ഇത് ഈ നാഷണൽ പാർക്കിനുള്ളിലേക്കുള്ള വഴിയാണ്. ഞങ്ങളല്ലാതെ വേറെ ആരെയും കാണുന്നില്ല. ഞങ്ങൾ പൊക്കോണ്ടേയിരിക്കുകയാണ്.
ഞങ്ങൾ ഞങ്ങൾ ബുച്ചനാം കാസിലേക്ക് നടന്നതാണ്. പക്ഷെ ഞങ്ങൾ നടന്ന് ഒരു കാടിനുള്ളിലാണ് എത്തിയിരിക്കുന്നത്. ലൊക്കേഷനിൽ ഒരു 28 മിനിറ്റ് കാണിച്ചാണ്, പക്ഷെ നിലവിൽ ഞങ്ങളൊരു കാടിനുള്ളിലെത്തി നിൽക്കുകയാണ്. ഒരു വശം കൊടും കാടാണ്. ഇവിടെ ഈ വലിയ കരടികളുണ്ടെന്നാണ് കേട്ടത്. ഞങ്ങളെന്തായാലും ഞങ്ങളെ ഇന്നലെ കൊണ്ടുപോയ ഡ്രൈവർ വരാമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കാത്തിരിപ്പ് അങ്ങനെ തുടരുകയാണ്. അതുകൊണ്ട് രണ്ടുപേരും ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ ഭിക്ഷ എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന പോലെ ഈ കാടിനുള്ളിൽ, നാഷണൽ പാർക്കിനുള്ളിൽ ഇരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്നൊന്നും കിട്ടുമെന്ന് തോന്നില്ല. ഒരു മനുഷ്യനെ പോലും കാണാനില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കാടിനുള്ളിൽ. ഓ, ഫൈനലി ഞങ്ങളുടെ Hi, good morning. We are lost. Thank you. Is Devil's Pulpit somewhere close? Where, sorry? Devil's Pulpit, something like that. Oh, Devil's Pulpit. Yeah. That is back that way. So you want to go to Balmaha first? Yes. Okay. Just to look around Yes, for yes, a few yes. minutes. Just few and then minutes. Mechanic Castle Yeah. and then Devil's Pulpit. Yes. Okay. Thank you. Oh. The place I picked you up at the train station. Yes. You can go. There is like a park. രക്ഷപ്പെട്ട് ബൽമഹ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ലേക്കാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ബോട്ടിങ്ങും ഒക്കെയുള്ള ഒരു സ്ഥലം. ബൽമഹ ബോട്ട് യാർഡ്. ഇവിടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം പാർക്കുകളുണ്ട്. നമ്മുടെ നാട്ടിലും ഇത് ആവശ്യമാണെന്ന് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ഇവിടെയാണ് 18th സെഞ്ച്വറിയിൽ ആരംഭിച്ചിട്ടുള്ള വിസ്കി ഡിസ്റ്റിലറി ഉള്ളത്. അതൊരു പ്രധാന അട്രാക്ഷനാണ്. ബോട്ടിൽ കയറുന്നില്ല, കാരണം നമുക്ക് ആലപ്പുഴയിൽ ഇത് വളരെ സുപരിചിതമായതുകൊണ്ട് ഞങ്ങൾ ബോട്ടിൽ കയറുന്നില്ല. പിന്നെ അത് ഞങ്ങൾ ബുക്കനാം കാസിലേക്കാണ് ഇവിടുന്ന് പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ പീറ്റർ പറഞ്ഞു അത് കാഴ്ചയ്ക്ക് അത്ര നല്ലതല്ല, നിലവിൽ അവിടെ കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ബലോ കാസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. എനിക്ക് തോന്നുന്നു ലണ്ടനിൽ നിന്ന് സ്കോട്ട്ലൻഡിനെ ഏറെ വ്യത്യസ്തമാക്കുന്നു ഇവിടുത്തെ മലയോര ഗ്രാമങ്ങളാണ്. ഇവിടുത്തെ ഒറ്റപ്പെട്ട വീടുകളും ഈ മലഞ്ചെരിവുകളും ഒക്കെ വളരെ ഭംഗിയുള്ളതാണ്. He's very happy. She's very happy. You are a good singer. Oh. No problem. ഞങ്ങളങ്ങനെ ബാലോ കാസിലെത്തി. ബാലോ കാസിൽ കൺട്രി പാർക്ക് ആണ്. ഇതാണ് ബാലോ കാസിൽ. ഈ കോട്ടയുടെ പിന്നിലേക്കാണ് മനോഹരമായ കാഴ്ചകൾ എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അതനുസരിച്ച് നമുക്ക് എന്തായാലും ഈ കോട്ടയ്ക്ക് പിന്നിലേക്ക് പോവാം. ഈ കോട്ട ഏകദേശം 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതും പിന്നീട് 19ാം നൂറ്റാണ്ടിൽ പുതുക്കിപ്പണിതവുമാണെന്നാണ് പീറ്റർ നമ്മളോട് പറഞ്ഞത്.
ഇത് ബലോക് കാസിലിൻ്റെ പിന്നിൽ നിന്നുള്ള കാഴ്ചകളാണ്. നമ്മൾ ഇവിടേക്ക് വരാനെടുത്ത തീരുമാനമല്ല, പീറ്റർ നമ്മളോട് പറഞ്ഞത് ഏറ്റവും നന്നായി തോന്നുന്നു. അത്ര മനോഹരമാണ് ഈ സ്ഥലം കാണാൻ. 2 കുന്നുകൾക്കിടയിലുള്ള ഒരു നീലത്തടാകം. ഇതൊക്കെ നമ്മൾ ചിത്രങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഉള്ളൂ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ. ഇനി നമ്മൾ അവിടേക്ക് പോവുകയാണ്. ഇവിടെ നിറച്ച ആളുകളുണ്ട്, പക്ഷേ ഇത് സ്കോട്ട്ലൻഡ് ലണ്ടനെ അപേക്ഷിച്ച് ഭയങ്കര ശാന്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും വാക്കുകൾ പോരാതെ വരും. അത്ര മനോഹരമാണ് ഈ സ്ഥലം. ഈ തടാകവും ഈ ബുക്കനാൻ കാസിലുമെല്ലാം ഈ ലോക് ലോമണ്ട് നാഷണൽ പാർക്കിനുള്ളിൽ തന്നെയുള്ളതാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ ശ്രമിച്ചിട്ട് നടപ്പാവാൻ കഴിയാതെ പോയ സീ പ്ലെയിനൊക്കെ ഉണ്ട്. വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ലണ്ടനിലെ ഇവിടുത്തെയൊക്കെ പ്രത്യേകതയാണ്, ഈ കായലും കടലിൻ്റെയും തീരങ്ങൾ ഇതുപോലെ പാറകളായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ മണ്ണല്ല ഇവിടെ. ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. നാഷണൽ പാർക്കിൽ കുറച്ച് സമയമെങ്കിലും പെട്ട് നിന്നപ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയും ഈ കാഴ്ചകൾ നമുക്ക് ഭയങ്കര റിലീഫ് തരുന്നുണ്ട്. ലണ്ടനിലെ പാലങ്ങളിലൊക്കെ കാണുന്ന പോലെ ലവ് ലോക്ക് ഇവിടെ ഈ ബലോക് പാലത്തിലുണ്ട്. ഇതും ലോക് ലോമണ്ട് നാഷണൽ പാർക്കിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കും ഒരു അക്വേറിയവും പിന്നെ മനോഹരമായ ഒരു വ്യൂ പോയിന്റും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആളുകളൊരു മിക്സഡായിട്ട് എവിടെ നിന്നൊക്കെയോ വരുന്ന ആളുകളുടെ ഒരു കൂട്ടത്തെ നമുക്കിവിടെ കാണാൻ പറ്റും. ഞങ്ങൾ തിരിച്ച് ബുക്കനാൻ കാസിലേക്ക് തന്നെ വന്നു. ഈ കാണുന്നതാണ്, ഈ ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് കാണത്തില്ല. പിന്നെ അതുമാത്രമല്ല, ഇത് മുഴുവനായിട്ട് ഇങ്ങനെ കാട് പിടിച്ച് ഉള്ള അവസ്ഥയിലാണ്. ഈ കോട്ട
ബലോക്കാസിൽ ഇതാണ്. ഇതിലേക്ക് കൃത്യമായിട്ട് വഴിയൊന്നുമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ കയറി വേണം ഇതിനുള്ളിലേക്ക് പോവാൻ. ഗോ. അങ്ങനെ ലോക്ക് ലോമണ്ട് നാഷണൽ പാർക്കിലെ കാഴ്ചകൾ കഴിഞ്ഞു തിരിച്ചെത്തി. ഇനിയിപ്പോൾ നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് ഗ്ലാസ്ഗോയിലേക്ക് ബസ് കയറണം. അവിടുന്ന് നാളെ വൈകുന്നേരം 4:00-ക്കാണ് നമുക്ക് ലണ്ടനിലേക്കുള്ള ട്രെയിൻ. Yeah, you have to press and release. That's enough, that's enough. ഞങ്ങളിപ്പോൾ ബലോക്കിൽ നിന്ന് ഗ്ലാസ്ഗോയിലേക്കുള്ള ബസ്സിലാണ് കയറിയിരിക്കുന്നത്. ഇത് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടി മാത്രം വന്ന പോലുണ്ട്, വേറെ ആരുമില്ല. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ്ഗോയിലേക്ക് പോവുകയാണ്. വൈകിട്ട് 4:30-ക്കാണ് ട്രെയിൻ ലണ്ടനിലേക്കുള്ളത്. ഞങ്ങളങ്ങനെ ഗ്ലാസ്ഗോ സിറ്റി സെൻറ്ററിലെത്തി. ഇനി ഇവിടുന്ന് 4:30-ക്കേ ഉള്ളൂ നമുക്കുള്ള ട്രെയിൻ. അത് യൂസ്റ്റണിലേക്കാണ്, ലണ്ടൻ യൂസ്റ്റണിലേക്ക്. അതുവരെ ഈ സിറ്റിക്കുള്ളിൽ കുറേ ഏറെ കാഴ്ചകളുണ്ട്. കാഴ്ചകൾ കാണാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സിറ്റിക്കുള്ളിൽ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഇവിടുത്തെ മോഡേൺ ആർട്ട് ഗ്യാലറിയിലേക്കാണ്. അവിടെ ഒരുപാട് കാഴ്ചകളുണ്ടെന്നാണ് നമുക്ക് സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിനുള്ളിലെ കാഴ്ചകൾ കാണാം നമുക്ക്. ഇത് ആർട്ട് ഗ്യാലറിക്കുള്ളിലുള്ള ഒരു വിശാലമായ വായനശാലയാണ്. ഇവിടെ യൂറോപ്പിലെ ആളുകൾ ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതത്ര സജീവമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുപോലെ വായനശാലകളും അത്ര നല്ല അവസ്ഥയിലാണോ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് എന്നത് വളരെ നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ഗ്ലാസ്ഗോയിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയാണിത്. നമ്മുടെ നാട്ടിലെ പെട്ടിയോട്ടം ഏറെക്കുറെ അതുപോലെ തന്നെ ഇരിക്കുന്ന നമ്മളിവിടെ ഗ്ലാസ്ഗോയിൽ ഒരു പാർക്കിലെ റൈഡിൽ കയറാൻ വേണ്ടി ATM-ൽ നിന്ന് പൈസ എടുത്താണ്. നമ്മൾ ലണ്ടനിലെ പൈസ തന്നെ ആവും, പൗണ്ട്സ് ആവും ഇവിടെയും എന്ന് കരുതിയാണ് എടുത്തത്. പക്ഷേ ഇത് സ്കോട്ട്ലൻഡ് റോയൽ ബാങ്കിൻ്റെ നോട്ടാണ്. പക്ഷേ ഇത് നമുക്ക് അവിടെ തിരിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് ലണ്ടനിൽ. ഇത് ഇവിടെ വരുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
ഇത് ഗ്ലാസ്ഗോയിലെ ഒരു പ്രധാന നദിയാണ് ക്ലൈറ്റ്. അതിനടുത്തുള്ളൊരു തൂക്കുപാലമാണിത്. ഇതാണ് ഗ്ലാസ്ഗോ സെൻട്രൽ സ്റ്റേഷൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്നാണ് ഹ്യൂസ്റ്റണിലേക്കുള്ള ട്രെയിൻ. 1-ലോ 2-ലോ ആണ് ഹ്യൂസ്റ്റണിലേക്കുള്ള ട്രെയിൻ വരുന്നത്. ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളിലെ സൗകര്യങ്ങളാണ് ഈ കാണുന്നത്. എൻ്റെ ഈ പിന്നിൽ കാണുന്നതെല്ലാം ഈ റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള ഈ ഗ്ലാസ്ഗോ റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള ഭാഗങ്ങളാണ്. ട്രെയിൻ ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര തുടങ്ങി. എനിക്ക് തോന്നുന്നു ലണ്ടനിൽ നിന്ന് സ്കോട്ട്ലൻഡിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഈ മനോഹരമായ ഗ്രാമങ്ങൾ തന്നെയാണ്. യൂറോപ്പിലെത്തുന്ന മിക്കവാറും എല്ലാവരും തന്നെ ഈ സ്കോട്ട്ലൻഡും കണ്ടിരിക്കേണ്ടതാണ്